RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റാസിസത്തെ കുറിച്ചാണ്. റാസിസത്തിനെതിരെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചത് ഒരു റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു റീൽസിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളല്ല ഒരുപാട് പറയാനുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, അവസാനം നടന്ന ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്ക വിസസ് റയൽ മഡ്രിഡ് മത്സരം, ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ നമ്മുടെ റയൽ മഡ്രിഡിന്റെ പ്ലെയറായ ബ്രസീലിയൻ താരമായ വിനീഷ്യസ് ജൂനിയർക്കെതിരെ അർജന്റീനയുടെ പ്രസ്റ്റാൻഡിനി എന്ന് പറയുന്ന പ്ലെയർ, വെറും 20 വയസ്സായ ചങ്ങായി, ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ വായി മൂടി പൊത്തിയിട്ടാണ് ആള്. ഈ കളിക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ട് ടീമുകളുടെ ഭാഗത്തുനിന്നുണ്ട്, ഫൗളുകളും കാര്യങ്ങളൊക്കെ, പിടിവലികളും, അതേപോലെ ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഗ്രൗണ്ടിൽ അതേപോലെ കാണികളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ വിനീഷ്യസ് ജൂനിയർ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു ചങ്ങായിയുടെ നിറത്തിന്റെ പേരിലോ, അവന്റെ ഉയരത്തിന്റെ പേരിലോ, അവന്റെ ജാതിയുടെ പേരിലോ, അവന്റെ മതത്തിന്റെ പേരിലോ അവനെ ക്രൂശിക്കുന്നത്, അവനെ എന്താ പറയാ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അത് ഏത് തരം രാജ്യമായിക്കോട്ടെ, ഏത് തരം ടീം ആയിക്കോട്ടെ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ നല്ല കറുത്ത നിറത്തിന്റെ പേരിൽ വിനീഷ്യസ് ജൂനിയർ മാത്രമല്ല, ഫുട്ബോളിൽ ഒരുപാട് താരങ്ങൾ അനുഭവിച്ചാണ് ഈ വർണ്ണ വിവേചനത്തിൻ്റെത്. അതിൽ അങ്ങ് സൗത്ത് ആഫ്രിക്ക മുതൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ വരേണ്ട ഈ സംഭവം, വെളുത്തവനും കറുത്തവനും തമ്മിലുള്ള വ്യത്യാസം, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സങ്കടകരമായ കാര്യമാണ്. എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ചിന്തിക്കാനുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊരു ഫുട്ബോൾ ഗെയിമാണ്. അതിൽ നമ്മൾ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് ഗോൾ അടിച്ച് സെലിബ്രേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്യണം. അല്ലാതെ ചുമ്മാ കിടന്ന് ഈ മങ്കിയുടെ ഗോഷ്ടിയും അതേപോലെ മങ്കി മങ്കി വിളിച്ചുകൊണ്ടൊന്നും ആയില്ല. ഞാനൊരു അർജന്റീന ആരാധകനാണ്, പക്ഷേ ഇത് അർജന്റീനയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. വിനീഷ്യസ് ജൂനിയർ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ യമാൽ ഏറ്റവും കൂടുതൽ റയൽ മഡ്രിഡിന്റെ ഗ്രൗണ്ടിൽ അനുഭവിച്ചാണ് ഈ സംഭവങ്ങൾ. പക്ഷേ യമാലൊന്നും ഇത് അതിനെ അത്രത്തോളം ഇതാക്കി കാണാറില്ല, അത് അതുപോലെ വിടലാണ്. വിനീഷ്യസ് കുറച്ച് അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഒരുപാട് ഇത് സ്പെയിനിലും ഒരുപാട് ക്ലബ്ബുകൾക്കെതിരെ കളിക്കുമ്പോഴൊക്കെ വിനീഷ്യസ് ജൂനിയർ ഇതിന് ഇരയായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാനി ആൽവരസിനെ കാണാം. ബാഴ്സലോണയിൽ കളിക്കുന്ന സമയത്ത് ഏത് ക്ലബ്ബാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പഴം എടുത്തെറിയുന്നുണ്ട്. അപ്പോൾ ആ പഴം കുരങ്ങനെ പഴം എടുത്തെറിയുന്ന പോലെയാണ് കാണിച്ചത്. അപ്പോൾ ആ പഴം എടുത്ത് കഴിച്ചിട്ട് ഈ ചങ്ങായി അത് അത്രയും കൂളായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ യമാലിനെതിരെ കഴിഞ്ഞ സീസണിലൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ മെസ്സി റയൽ മഡ്രിഡിന്റെ ആരാധകരാണ്, ഏറ്റവും കൂടുതൽ റയൽ മഡ്രിഡിന്റെ പ്ലേയേഴ്സാണ് ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ കൊള്ളെന്ന് വിളിച്ചിട്ട് ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഒരു ക്ലബിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കുത്തക്കല്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ സംസാരിക്കാൻ നമ്മളിപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയം ഇനി ഉണ്ടാവില്ല. ഞാനിപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെയോ സംസാരിച്ചതിനെ കുറിച്ച്, അതേപോലെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് കേട്ടിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റാൻ പറ്റിയാൽ അതിന് ഞാൻ ഹാപ്പിയാണ്. അത്രേ വേണ്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ ലോകത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ കഴിയുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെയും മാറ്റാൻ പറ്റിയാൽ അവരിലൂടെ മറ്റുള്ളവരും മാറും ഉള്ള കാര്യം ശരിയാണ്. അപ്പോൾ ഈ ഒരു ബോഡി ഷെയ്മിങ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇന്നലെ പ്രശാന്ത് എന്ന് പറയുന്ന കളിക്കാരൻ കളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ബെൻഫിക്കയുടെ കാണികൾ ഒന്നടങ്കം എണീറ്റ് നിന്ന് കൈയടിക്കുക ചെയ്ത്. അപ്പോൾ ബെൻഫിക്ക എന്ന് പറഞ്ഞ പോർച്ചുഗൽ ക്ലബ്ബാണ്. അപ്പോൾ ഈ ബെൻഫിക്ക പറയുന്ന ക്ലബ്ബ് ചെയ്യുന്നതല്ല ഏറ്റവും വലിയ തെറ്റ്. ആ ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സായ ആ ഒരു ചെറുപ്പക്കാരന്റെ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിച്ചിട്ടില്ല. ആള് മുഖം പൊത്തി ബനിയനും കൊണ്ട് പൊത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യുഎഫയും കാര്യങ്ങളൊക്കെ ഇതിനെതിരെ ഫിഫയൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പോർച്ചുഗീസ് ഗവൺമെന്റ് വരെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു രാജ്യത്ത് ഇപ്പോൾ കുറെ പേര് പറയുന്നത് അർജന്റീന ആയതുകൊണ്ട് അർജന്റീനക്കാരൊക്കെ ഇങ്ങനെയാണ്. അർജന്റീനയിൽ പൊതുവെ ഉള്ളതാണ് ഈ സ്വഭാവം. പക്ഷേ അർജന്റീന മാത്രമല്ല, ഇത് ബ്രസീലിലും ക്ലബ്ബുകൾ നടക്കുന്നത്, ബ്രസീൽ എന്ന രാജ്യത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മളും ചെറുപ്പത്തിൽ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, കരുവൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അതൊക്കെ പിന്നീട് കുറച്ച് ബുദ്ധി വെച്ച സമയത്ത് നമുക്കത് തിരുത്താനുള്ള ഒരു ഇതുണ്ടായി. പക്ഷെ ഇപ്പോഴും തിരുത്താത്ത കുറെ ആൾക്കാരുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഓരോ പദവിയിലും അതേപോലെ ഇരിക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നില്ല ഫിഫ ഇതിനെതിരെ 10 മാച്ചൊക്കെ ബാൻ ചെയ്ത്, ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞാൽ 10 മാച്ചുകളൊക്കെയാണ് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മാച്ച് കൊണ്ട് എന്താവാനാ? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സീസൺ അല്ലെങ്കിൽ ലൈഫ് ടൈം ഇത് കൊടുത്താലാണ് ഇങ്ങനെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകൾ കാണികൾ എന്താ പറയട്ടെ, കാണികളുടെ വായടിക്കാൻ ഒരിക്കലും കഴിയില്ല. അവരെ പ്രൊവോക്ക് ചെയ്ത് അവർ തിരിച്ചറിഞ്ഞൊക്കെ ചെയ്യും, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഗ്രൗണ്ടിലുള്ള പ്ലേയേഴ്സ് ഇങ്ങനെ കാണിക്കുമ്പോൾ കാണികൾക്ക് ഇതിൽ എന്തുകൊണ്ട് കാണിച്ചുവിടാൻ തോന്നുന്നില്ലേ? അപ്പൊ കാണികളിലല്ല, പ്ലേയേഴ്സിന്റെ ഈ ഒരു പരിപാടികൾ നിർത്തേണ്ടത്. അപ്പോൾ ലൈഫ് ടൈം ബാൻ, ഇതൊക്കെ ശരിക്കും പബ്ലിക്കായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ടൈം ബാൻ കൊടുക്കണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സീസണെങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം. അതിന് ഫിഫന്റെ പ്രസിഡന്റ് അതിനുള്ള ചങ്കൂറ്റുണ്ടെന്നൊക്കെ എനിക്ക് ഡൗട്ടാണ്. എന്താ, പാലസ്തീനിൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ കൊല്ലപ്പെടുകയുണ്ടായി. ഇസ്രായേലിന്റെ നരനായാട്ടിൽ ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്നതിനിടയിലാണ് മിസൈൽ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ചങ്ങായി
പാലസ്തീൻ മെസ്സി എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഫിഫ ഒരു അടിക്കുറിപ്പ് ഇങ്ങനെയുള്ള മരണപ്പെട്ടു എന്നിട്ടാണ്. അപ്പോൾ മുഹമ്മദ് സാല അടക്കമുള്ള ഫുട്ബോൾ കളിക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അതൊന്ന് വിശദീകരിക്കുന്നത്. അതിനെതിരെ ഫിഫ ഒന്നും പ്രസ്താവിച്ചിട്ടില്ല, അതിനെതിരെ ഒരു ഇതും നടത്തിയിട്ടില്ല. അത് ഏതൊരു പാലസ്തീനിൽ ഗാസയിൽ കിടക്കുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ മരണപ്പെട്ടു, അത്രേ ഉള്ളൂ. ആ ഒരു ലാഘവത്തോടെയാണ് അത് കണ്ടത്. പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അടിച്ചമർത്തലുകളും, അതേപോലെ തന്നെ ഈ വർണ്ണത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിലും, അതേപോലെ ആളുടെ പോരായ്മകളൊക്കെ ഒരു കാല് അംഗവൈകല്യമുള്ള ആൾക്കാരെ നൊന്തിക്കാലെന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോഴും കളിയാക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ചുറ്റും. അപ്പോൾ ഇതൊക്കെ മാറേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചിരിക്കുക. ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ നടത്തണം. അത് ഫുട്ബോളിലായാലും നമ്മുടെ 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 ചുറ്റുപാടുകളിലായാലും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. ഇതിൽ കുറെ പേര് ന്യായീകരിക്കുന്നുണ്ട്, വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ പേര് വന്നിട്ടുണ്ട്. വിനീഷ്യസ് ചെയ്തത് തെറ്റാണ്, വിനീഷ്യസ് പ്രൊവോക്ക് ചെയ്ത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ നമ്മൾ ഒരാൾ നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു കുറവുകളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കി നമ്മളോട് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ അത് പതിക്കേണ്ടത് നമുക്ക് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ അല്ലേ. അത് അനുഭവിച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പറയാൻ തുടങ്ങി. അത് ചെയ്തിട്ട് ഞാനൊരു അർജന്റീന ആരാധകരാണ്, ബാഴ്സലോണ ആരാധകരാണ്, പക്ഷേ ഞാൻ വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുള്ളൂ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അയാളും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. എന്തിനാണ് ആളെ പ്രൊവോക്ക് ചെയ്ത് ആ ഗോൾ അടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തന്നോ? സെലിബ്രേഷൻ കുറച്ച് കൂടുതലായി എന്ന് പറഞ്ഞിട്ട് യെല്ലോ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അതേപോലെ തിരിച്ച് മഡ്രിഡിൽ പോയിട്ട് ഗോൾ അടിച്ച് സെലിബ്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലാതെ കിടന്നിട്ട് ഈ കുറഞ്ഞ ജസ്റ്റ് കാണിച്ചിട്ടല്ല കാട്ടേണ്ടത്. അപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഇനിയെങ്കിലും ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇത് ഫുട്ബോൾ കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമായൊരു കളിയല്ലേ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമാണ്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ ഇല്ലാതാവണം. ഇല്ലാതായാൽ മാത്രമേ സുന്ദരമായ ഫുട്ബോളിന് വേറൊരു വശം കൂടി ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും റമദാൻ മാസത്തിൽ നോമ്പിന്റെ വിശുദ്ധിയിൽ ഓരോ ഫുട്ബോൾ പ്ലേയേഴ്സ് അവരുടെ നോമ്പ് നോറ്റിട്ടാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത്. ആ ഒരു സൗന്ദര്യത്തിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വികൃതമായ കുറച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ശാരീരികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഇതെടുത്ത് ഇന്നാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും റാസിസത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.